ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ഒരു ബിസിനസ് കാര്യക്ഷമമായി നടത്തുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ഇൻവെന്ററി മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, യൂസർ സെക്യൂരിറ്റി, മാനേജ്മെന്റ് റിപ്പോർട്ടുകൾ ഇവയെല്ലാം ഒരുമിച്ച് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികൾ പരിഹരിക്കാനാണ് ഞങ്ങൾ കോഡെക്സ് CRP ഡെവലപ്പ് ചെയ്തത്. സിൻസ് 2013, Codex CRP has been helping hundreds of businesses across diverse industries streamline their operations with a solution that is practical, reliable, and built around real-world business challenges. Codex CRPയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റീസ് ലളിതമാക്കുകയും ഒരു കംപ്ലീറ്റ് കൺട്രോൾ നൽകുകയും ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ ഹൈബ്രിഡ് ERP സൊല്യൂഷനാണ് Codex CRP. Codex CRP നിങ്ങൾക്ക് ഒരു ഡെസ്ക്ടോപ്പിന്റെ വേഗവും ക്ലൗഡിന്റെ സൗകര്യവും നൽകും. ഒരേ സമയം ഒന്നിലധികം വിൻഡോകൾ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഹൈ സ്പീഡ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, കൂടാതെ ബാർകോഡ് സ്കാനർ, പ്രിന്റർ, വെയിങ് സ്കെയിൽ, ബയോമെട്രിക് ഡിവൈസസ് തുടങ്ങിയ ഹാർഡ്വെയറുകളുമായി തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ ഇൻ്റഗ്രേഷൻ. അതേസമയം വെബ് ബ്രൗസറിലൂടെയോ മൊബൈലിലൂടെയോ എവിടെയിരുന്ന് നിങ്ങളുടെ ബിസിനസ് റിയൽ ടൈം ഇൻഫർമേഷൻ ലഭിക്കാനും സാധിക്കും. ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള സ്ഥാപനങ്ങളെ മുൻനിർത്തിയാണ് കോഡെക്സ് CRP രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു റീറ്റെയിൽ ചെയിൻ ആയാലും ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും മാനുഫാക്ചർ, സർവീസ് സെന്റർ, ഒന്നിലധികം ലൊക്കേഷനിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനമായാലും കോഡെക്സ് CRP നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കോഡെക്സ് CRPയിൽ പ്രധാനമായി 4 ലെവൽ ഓഫ് സെക്യൂരിറ്റിയാണ് വരുന്നത്. കമ്പ്യൂട്ടർ ലെവൽ സെക്യൂരിറ്റി, എംപ്ലോയി ലെവൽ സെക്യൂരിറ്റി, ടീം ലെവൽ സെക്യൂരിറ്റി ആൻഡ് വൗച്ചർ ടൈപ്പ് ലെവൽ സെക്യൂരിറ്റി. ആദ്യമായി കോഡെക്സ് CRP ഒരു കമ്പ്യൂട്ടറിൽ നിന്നും യൂസ് ചെയ്യാനായി യൂസർ നെയിം, പാസ്വേഡ്, ബ്രാഞ്ച് എന്നിവ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ഓതന്റിക്കേഷൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഓതന്റിക്കേഷൻ കോഡ് കാണാൻ സാധിക്കും. ഈ ഓതന്റിക്കേഷൻ കോഡിനെ ഒരു അഡ്മിൻ യൂസർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ കമ്പ്യൂട്ടറിൽ നിന്നും കോഡെക്സ് CRP യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായി എംപ്ലോയി ലെവൽ സെക്യൂരിറ്റിയാണ് വരുന്നത്. ഓരോ എംപ്ലോയിക്കും ഏതെല്ലാം ബ്രാഞ്ചുകളിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും കോഡെക്സ് CRPയിലേക്കും വെബ് ആപ്ലിക്കേഷനിലേക്കും ലോഗിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും ഇവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഓരോ എംപ്ലോയിക്കും അവരവർ അസൈൻ ചെയ്തിരിക്കുന്ന ബ്രാഞ്ചുകളിലേക്ക് മാത്രമേ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായി ടീം ലെവൽ ഓഫ് സെക്യൂരിറ്റിയാണ് വരുന്നത്. ഓരോ എംപ്ലോയീസിനെയും ഒന്നിലധികം ടീമുകളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ടീമിനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, പ്രധാനമായി മാസ്റ്റർ ഡാറ്റാസ് എന്തെല്ലാം മോഡിഫൈ ചെയ്യാം, ആഡ് ചെയ്യാം എന്നുള്ളതെല്ലാം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. അടുത്തതായി വരുന്നത് വൗച്ചർ ടൈപ്പ് ലെവൽ സെക്യൂരിറ്റിയാണ്. ഓരോ വൗച്ചർ ടൈപ്പും ആഡ് ചെയ്യാൻ പറ്റുമോ, എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളവയും, എത്ര ദിവസം വരെയുള്ള ട്രാൻസാക്ഷൻസ് എഡിറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫീൽഡുകൾ എഡിറ്റ് ചെയ്യാം, എക്സാമ്പിൾ ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, GST, ഇങ്ങനെ ഏതെല്ലാം കോളങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഇവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ വൗച്ചർ ഓതറൈസേഷൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ലെവൽ ഓഫ് ഓതറൈസേഷൻ വേണം, ഏതെല്ലാം ടീമുകൾക്കാണ് ഓതറൈസ് ചെയ്യാൻ പറ്റുക എന്ന കാര്യവും ഈ വൗച്ചർ ലെവൽ ഓഫ് സെക്യൂരിറ്റിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. കോഡെക്സ് CRPയിൽ ഒരു ഡ്രിൽ ഡൗൺ മെനു സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മെനു ഐറ്റത്തിന്റെ അകത്ത് മറ്റൊരു മെനു ഐറ്റം എന്ന രീതിയിൽ. കൂടാതെ കോഡെക്സ് CRP മൾട്ടിപ്പിൾ മെനുസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ടീമിനും അവരവർക്ക് ആവശ്യമായ രീതിയിലുള്ള മെനുസ് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾ അഡ്മിൻ മെനു, സെയിൽസ് മെനു, അക്കൗണ്ട്സ് മെനു, പേറോൾ മെനു എന്ന രീതിയിൽ. എക്സാമ്പിൾ ഒരു സെയിൽസ് ടീമിന് സാധാരണഗതിയിൽ ആവശ്യമുള്ള സെയിൽസ് വൗച്ചർ, റെസിറ്റ് വൗച്ചർ, സ്റ്റോക്ക് ലെഡ്ജർ, അക്കൗണ്ട്സ് ലെഡ്ജർ എന്നിവ ഒരു സെയിൽസ് മെനുവിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ടീമിലുള്ള ഒരാൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ മെനു ഐറ്റംസ് എളുപ്പത്തിൽ ലഭ്യമാവുകയും അതുവഴി അവർക്ക് കോഡെക്സ് CRP എളുപ്പത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ അൺവാണ്ടഡ് ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. കോഡെക്സ് CRP ലോഗിൻ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ മെനുസ് കാണാൻ സാധിക്കും. കൂടാതെ അഡ്മിൻ ടീമിലുള്ള മെമ്പർമാർക്ക് മൾട്ടിപ്പിൾ മെനുസിൽ ഏതെങ്കിലും മെനു സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. കോഡെക്സ് CRPയിൽ ഒരു ഡീറ്റെയിൽഡ് റിയൽ ടൈം ഇൻഫർമേഷൻ ഡാഷ്ബോർഡ് അവൈലബിൾ ആണ്. എല്ലാ ബ്രാഞ്ചിലും നടന്നിരിക്കുന്ന ട്രാൻസാക്ഷന്റെ സമ്മറി ഇൻഫർമേഷൻ ഈ ഡാഷ്ബോർഡ് വഴി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കറന്റ്ലി ലോഗിൻ ചെയ്തിരിക്കുന്ന ബ്രാഞ്ചിന്റെയോ മറ്റ് ബ്രാഞ്ചുകളുടെയോ ബ്രാഞ്ച് ഗ്രൂപ്പുകളുടെ ഇൻഫർമേഷൻ ഇതുവഴി ആക്സസ് ചെയ്യാം. നെറ്റ് സെയിൽസ്, നെറ്റ് പർച്ചേസ്, ഓവർ ഡ്യൂ പേയ്മെന്റ്സ്, ഓവർ ഡ്യൂ റെസിപ്റ്റ്സ്, കളക്ഷൻസ്, പേയ്മെന്റ്സ്, ഡെയിലി സെയിൽസ് വേഴ്സസ് പ്രോഫിറ്റ്, മന്ത്ലി സെയിൽസ് വേഴ്സസ് പ്രോഫിറ്റ്, സ്റ്റോക്ക് ഏജിംഗ് റിപ്പോർട്ട് എന്നിവയും, കൂടാതെ ബ്രാഞ്ച് വൈസ് സെയിൽസ്, ടോപ്പ് മൂവിംഗ് ഐറ്റം ഗ്രൂപ്പ്സ്, ആവറേജ് ബാസ്കറ്റ് സൈസ്, ടോപ്പ് മൂവിംഗ് പ്രൊഡക്ട്സ്, ഇൻചാർജ് വൈസ് സെയിൽസ് മുതലായവയും ഈ ഡാഷ്ബോർഡ് വഴി അവൈലബിൾ ആണ്. കൂടാതെ ഐറ്റം സ്റ്റോക്ക് ലെവൽ റിപ്പോർട്ട്സ്, അതായത് റീ ഓർഡർ ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ റിപ്പോർട്ട് എന്നിവയും ഡാഷ്ബോർഡ് വഴി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം ഒരു റിയൽ ടൈം ഡാഷ്ബോർഡാണ്. നമ്മുടെ ബ്രാഞ്ചിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ
റിപ്പോർട്ടിലേക്ക് ഈ ഡാഷ്ബോർഡിലേക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. 4 തരം ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ കോഡെക്സ് CRP യൂസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് 4 അറിഞ്ഞു കഴിഞ്ഞാൽ കോഡെക്സ് CRP യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം മറ്റെല്ലാ ട്രാൻസാക്ഷനും ഇതേപോലെ തന്നെ ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ഫോളോ. കോഡെക്സ് CRPയിലെ പ്രധാനപ്പെട്ട ഒരു മാസ്റ്ററാണ് പ്രൊഡക്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഐറ്റം മാസ്റ്റർ. പ്രൊഡക്റ്റിന്റെ പേര്, ഗ്രൂപ്പ്, ടൈപ്പ്, GST%, HSN കോഡ് എന്നിവയും കോമൺ ആയിട്ടുള്ള സെയിൽസ് റേറ്റ് അല്ലെങ്കിൽ സെയിൽസ് റേറ്റ് നെറ്റ്, MRP എന്നിവയും ഇതിനകത്ത് സെറ്റ് ചെയ്യാം. കൂടാതെ ഐറ്റത്തിന്റെ റീഓർഡർ ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, മാർജിൻ പെർസെന്റേജ്, മാർജിൻ എമൗണ്ട് എന്നിവയും. ഇനി ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ട് റീഓർഡർ ലെവൽ മുതലായവ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷനും കോഡെക്സ് CRP ലഭ്യമാണ്. ഐറ്റത്തിന്റെ ബാച്ച് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാച്ച് എനേബിൾ ചെയ്യാം. കോഡെക്സ് CRP ഐറ്റം സീരിയൽ നമ്പറും കൂടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സീരിയൽ നമ്പർ മാൻഡേറ്ററി ആണോ, ഏതെല്ലാം ട്രാൻസാക്ഷനിൽ അത് മാൻഡേറ്ററി ആയിരിക്കണം, സീരിയൽ നമ്പർ യുണീക്ക് ആയിരിക്കണമോ വേണ്ടയോ, അതിന്റെ ലെങ്ത് എത്ര നമ്പർ തൊട്ടിട്ട് എത്ര ലെങ്ത് വരെ ആകാം മുതലായവയും ഇതിന്റെ സെറ്റിംഗ്സിൽ കൊടുക്കാവുന്നതാണ്. ഐറ്റത്തിന്റെ അതർ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിന്റെ പാർട്ട് നമ്പർ, മാനുഫാക്ചർഡ് ബൈ, റാക്ക്, PLU നമ്പർ, കമ്മീഷൻ പെർസെന്റേജ്, പർച്ചേസ് വാറണ്ടി, സെയിൽസ് വാറണ്ടി എന്നിവയും കൊടുക്കാനായിട്ട് സാധിക്കും. ഐറ്റം പ്രോപ്പർട്ടി സ്ക്രീനിൽ ഐറ്റത്തിന്റെ പ്രോപ്പർട്ടികൾ, ഐറ്റത്തിന്റെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ വൈസ് ഓപ്പണിംഗ് കൊടുക്കാനുള്ള പ്രൊവിഷൻ, മൾട്ടിപ്പിൾ യൂണിറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം യൂണിറ്റുകൾ ഉപയോഗിക്കാം എന്നുള്ളത്, ഐറ്റത്തിന് മൾട്ടിപ്പിൾ കോഡുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കോഡുകൾ കൊടുക്കാനുള്ള പ്രൊവിഷൻ, ഐറ്റം ടാഗ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ടാഗ് ചെയ്യാനുള്ള പ്രൊവിഷൻ എന്നിവയും കോഡെക്സിലുണ്ട്. കൂടാതെ ബ്രാഞ്ച് വൈസ് ഉള്ള റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെയുണ്ട്. അതുപോലെ പ്രൊഡക്റ്റിന്റെ BOM, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇതിന്റെ റോ മെറ്റീരിയൽസ് എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ട് റോ മെറ്റീരിയൽസ് ഉപയോഗിക്കണം, ഇതിന്റെ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് എന്തൊക്കെയാണ്, ഇവയും കൊടുക്കാനുള്ള പ്രൊവിഷൻ കോഡെക്സ് CRPയിലുണ്ട്. ഇതുകൂടാണ്ട് ഈ പ്രൊഡക്റ്റിന്റെ സപ്ലയേഴ്സ് ആരൊക്കെയാണ്, അവർ എന്ത് റേറ്റിലാണ് സപ്ലൈ ചെയ്യുന്നുള്ളത് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പ്രൊഡക്റ്റിന്റെ വേരിയന്റ് ഇൻഫർമേഷൻ മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേരിയന്റ് ഇൻഫർമേഷൻ നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ പ്രൊഡക്റ്റിന്റെ ഇമേജ് പോലത്തെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ FTP ഇൻഫർമേഷൻ സേവ് ചെയ്യാനായിട്ടും ഈ സ്ക്രീനിൽ പ്രൊവിഷൻ ഉണ്ട്. കോഡെക്സ് CRPയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് മാസ്റ്റർ ആണ് പാർട്ടി മാസ്റ്റർ. സപ്ലയർ, കസ്റ്റമർ എന്നിവരെ ഈ സ്ക്രീൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പാർട്ടിയുടെ പേര്, ലീഗൽ നെയിം, അവരുടെ ഗ്രൂപ്പ്, സെൻട്രി ഡെപ്റ്റർ ഓർ സെൻട്രി ക്രെഡിറ്റർ, കംപ്ലീറ്റ് അഡ്രസ് ഇൻഫർമേഷൻ, ലൊക്കേഷൻ, ഡിസ്റ്റൻസ് എന്നിവ സേവ് ചെയ്യാം. പാർട്ടിയുടെ GST നമ്പർ സേവ് ചെയ്യാനും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ കോഡെക്സ് CRPയിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ TDS ഇൻഫർമേഷൻ, അതുപോലെ ക്രെഡിറ്റ് മാനേജ് ചെയ്യാനായി ക്രെഡിറ്റ് ലിമിറ്റ്, ക്രെഡിറ്റ് ഡേയ്സ്, ക്രെഡിറ്റ് എമൗണ്ട്, മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ് ബിൽസ് എന്നിവയും ഇതിന്റെ അകത്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ടിയുടെ കോൺടാക്ട് ഇൻഫർമേഷൻ, കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം കോൺടാക്ട് പേഴ്സൺസ് ഉണ്ടാവും. അവരുടെ കോൺടാക്ട് പേഴ്സണിന്റെ ടൈപ്പ്, പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ സേവ് ചെയ്യാനുള്ള പ്രൊവിഷൻ കോഡെക്സ് CRPയിലുണ്ട്. അതർ ലൈസൻസ് ഇൻഫർമേഷൻ സേവ് ചെയ്യാം. പാർട്ടിയുടെ ബാങ്ക് ഇൻഫർമേഷൻ സേവ് ചെയ്യാം. അതുപോലെ പ്രിഫേർഡ് ബാങ്കിങ് മെത്തേഡ് ഏതാണ്, ഇവളുടെ ഡിഫോൾട്ട് വൗച്ചർ ടൈപ്പുകൾ, സെയിൽസ് വൗച്ചർ ടൈപ്പ്, പർച്ചേസ് വൗച്ചർ ടൈപ്പ് ഏതാണ്, ഓവർ ഡ്യൂ ലിമിറ്റ് ചെയ്യുമ്പോൾ ഗ്രോസ് ഡേയ്സ് എത്ര വേണം, ഗ്രോസ് എമൗണ്ട് എത്ര വേണം എന്നുള്ളതും, ഈ പാർട്ടി സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ ഏതാണെന്നുള്ളതും പാർട്ടി മാസ്റ്ററിൽ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോഡെക്സ് CRPയിൽ ഒരു സെയിൽസ് ബിൽ ക്രിയേഷൻ വളരെ ഈസിയാണ്. സെയിൽസ് സ്ക്രീൻ ആക്സസ് ചെയ്യുക, ന്യൂ ബട്ടൺ അമർത്തുക, പോപ്പപ്പ് ചെയ്ത് പാർട്ടിയുടെ ഫോൺ നമ്പർ ചോദിക്കും. പാർട്ടിയുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്യുക. എക്സിസ്റ്റിംഗ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല പുതിയ പാർട്ടി ആണെങ്കിൽ സേവ് ചെയ്യാനും സാധിക്കും. ഇനി അതല്ല പാർട്ടിയെ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പ്രൊവിഷൻ ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ വൗച്ചർ ടൈപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം പ്രൊഡക്റ്റിന്റെ കോഡ് ഒന്നിൽ ബാർകോഡ് റീഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ മാനുവലി ടൈപ്പ് ചെയ്തോ സെലക്ട് ചെയ്യാം. ഇനി കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ പേര് ടൈപ്പ് ചെയ്തും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് ലിസ്റ്റ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ലോഡ് ആവും. ഇതിന്റെ GST എല്ലാ കാൽക്കുലേഷനും ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ചെയ്തോളും. ഇത്രയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി സേവ് അമർത്തുക. സേവ് അമർത്തുമ്പോൾ ഇതിന്റെ വൗച്ചർ ടൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പേയ്മെന്റ് മോഡുകളും പോപ്പപ്പ് ചെയ്ത് കാണിച്ചു തരും. ഒരേ സമയം ഒന്നിലധികം പേയ്മെന്റ് മോഡുകളിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പേയ്മെന്റ് മോഡുകളെല്ലാം വൗച്ചർ ടൈപ്പ് സെറ്റിംഗ്സ് വഴി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേറെ പേയ്മെന്റ് മോഡുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് വൗച്ചർ ടൈപ്പ് സെറ്റിംഗ്സ് വഴി അത് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ബട്ടൺ അമർത്തുക. ഈ വൗച്ചർ സേവ് ആയി.
ഇതുകൂടാതെ ഇ-വേ ബില്ല്, ഇ ഇൻവോയ്സ് മുതലായവ ജനറേറ്റ് ചെയ്യാനായി നേരിട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുമുണ്ട്. ഇ-വേ ബില്ലിന്റെ ടാബിൽ നിന്നും നമുക്ക് ഇ ഇൻവോയ്സും ഇ-വേ ബില്ലിന്റെ ഡീറ്റെയിൽസ് അടിക്കാം. ഇതിന്റെ അകത്ത് ഓട്ടോ ജനറേറ്റ് ഇ ഇൻവോയ്സ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇ ഇൻവോയ്സ് ജനറേറ്റ് ആവും. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇ ഇൻവോയ്സ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും കോഡെക്സിലുണ്ട്. ഇതുപോലെ ഇതിന്റെ അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിന്റെ പാക്കിംഗ് ഇൻഫർമേഷൻ, പാക്കിംഗ് ഔട്ട് ഇൻഫർമേഷൻ, ഡെലിവറി ഔട്ട് ഇൻഫർമേഷൻ, ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻ മുതലായവയും കോഡെക്സ് CRP-ൽ സെയിൽസ് സ്ക്രീനിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ പാർട്ടിയുടെ ബില്ലിംഗ് അഡ്രസ്, ഡെലിവറി അഡ്രസ്, അതുപോലെ സെയിൽസ് ഓർഡറുമായിട്ട് മാപ്പ് ചെയ്താണ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെയിൽസ് ഓർഡർ ഇൻഫർമേഷൻ മാപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ എന്നിവയും സെയിൽസ് വൗച്ചറിലുണ്ട്. കോഡെക്സ് CRP-യുടെ വെബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈലിൽ നിന്നോ ടാബിൽ നിന്നോ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ സാധിക്കും. ട്രാൻസാക്ഷൻസ് ചെയ്യുകയും അതുപോലെ റിപ്പോർട്ട്സും ആക്സസ് ചെയ്യാൻ സാധിക്കും. വെബ് ലോഗിൻ അലോ ചെയ്തിരിക്കുന്ന യൂസേഴ്സിന് മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനായി വെബ് ആപ്ലിക്കേഷനിലേക്ക് യൂസേഴ്സിന് ലോഗിൻ ചെയ്യാം. അവർക്ക് അലോ ചെയ്തിരിക്കുന്ന ബ്രാഞ്ചുകളിലേക്കായിരിക്കും ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അതിനുശേഷം അവരുടെ സ്റ്റോക്ക് ലൊക്കേഷനും, ഇനി റൂട്ടിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ വെഹിക്കിളായിരിക്കും അവരുടെ ലൊക്കേഷൻ വരുന്നുണ്ടാവുക. അതേസമയം ഓഫീസിൽ നിന്ന് ബില്ല് ചെയ്യുന്നവർക്ക് മെയിൻ ലൊക്കേഷൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഗോഡൗണിൻ്റെ ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് ആ റൂട്ടും സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ആകും. ഓരോ യൂസറിനും അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഡാഷ്ബോർഡാണ് സെറ്റ് ചെയ്യുക. സോ ഓരോ യൂസേഴ്സിനും വ്യത്യസ്തമായ ഡാഷ്ബോർഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെനുവിൽ നിന്നും സെയിൽസ് ഓർഡർ സെലക്ട് ചെയ്യുക. ഏത് കസ്റ്റമറിനാണ് ആ ഓർഡർ അടിക്കുന്നത് ആ ഓർഡറിനെ സെലക്ട് ചെയ്യുക. ഈ റൂട്ടിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും അവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഡീറ്റെയിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു പേരിൻ്റെ ഒരു ഭാഗം ടൈപ്പ് കഴിഞ്ഞാൽ തന്നെ ആ പേരിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ലിസ്റ്റ് ചെയ്ത് വരും. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ക്വാണ്ടിറ്റി മാത്രം കൊടുത്തു പോയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂലും സിസ്റ്റം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. വൺസ് ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സേവ് അമർത്തി കഴിഞ്ഞാൽ ആ ഓർഡർ കംപ്ലീറ്റ് ആയി. ഇത്രയും കൊണ്ട് നമുക്ക് ഒരു ഓർഡർ മൊബൈലിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം. ഈ ഓർഡർ കോഡെക്സിൻ്റെ മെയിൻ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സെയിൽസ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ വെബ് ആപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം റിയൽ ടൈം ആയി കോഡെക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടും. കോഡെക്സിന്റെ മെയിൻ ആപ്ലിക്കേഷനിൽ ഈ ഓർഡറുകളെല്ലാം കാണാം. ആ ഓർഡറുകളെ നമുക്ക് ക്ലിക്ക് ചെയ്ത് തുറന്ന് കാണാനായിട്ടും സാധിക്കും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർഡറുകൾക്ക് അഗൻസ്റ്റ് ആയി സെയിൽസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെയിൽസ് വൗച്ചർ സ്ക്രീൻ ആക്സസ് ചെയ്യുക. അതിൻ്റെ അകത്തു നിന്നും ഓർഡർ ചെയ്ത പാർട്ടിയെ സെലക്ട് ചെയ്യുക. പാർട്ടിയെ സെലക്ട് ചെയ്തതിനു ശേഷം ഓർഡർ ടാബിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഓർഡറുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഓർഡർ സെലക്ട് ചെയ്യുക, ഐറ്റം ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ആ പെൻഡിങ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അത് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ടാകും. അതിന്റെ ടാക്സ് കാൽക്കുലേഷനും റേറ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ പോപ്പപ്പിൽ പേയ്മെന്റ് മോഡുകൾ ഇൻഫർമേഷൻ അനുസരിച്ച് പേയ്മെന്റ് മോഡ് കൊടുക്കാം. ഇനി അപ്പോൾ തന്നെ പേയ്മെന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ അതും കൊടുക്കാവുന്നതാണ്. ഈ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും ഇതിന്റെ വൗച്ചർ ടൈപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എത്രയും കൊടുത്തു കഴിഞ്ഞാൽ സേവ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ സെയിൽസ് ഓർഡർ അഗൻസ്റ്റ് ആയി നമുക്കൊരു സെയിൽസ് വൗച്ചർ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ബ്രാഞ്ച് ബിസിനസിന്റെ മറ്റൊരു പ്രധാന തലവേദനയാണ് ഇന്റർ ബ്രാഞ്ച് സ്റ്റോക്ക് മൂവ്മെന്റ്. ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് സ്റ്റോക്ക് അയക്കാനായി സ്റ്റോക്ക് ഔട്ടും സ്റ്റോക്ക് ഇന്നും എൻട്രി ചെയ്യേണ്ട ആവശ്യം കോഡെക്സിലില്ല. കോഡെക്സിൽ ഇതിനൊരു സ്റ്റോക്ക് ട്രാൻസ്ഫർ വൗച്ചർ ഉണ്ട്. ആ വൗച്ചർ ഉപയോഗിച്ച് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏത് ബ്രാഞ്ചിലേക്കാണോ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നിൽ കോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി, റേറ്റ് എന്നിവ അപ്ഡേറ്റ് ചെയ്യാം. പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയും റേറ്റ് വരും. അതിനുശേഷം എത്ര പാക്കറ്റുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പാക്കറ്റ് ഇൻഫർമേഷനും ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ട്രാൻസ്ഫർ വൗച്ചറുകൾ ഇമ്മീഡിയറ്റ് ആയി മറ്റേ ബ്രാഞ്ചിൽ അവൈലബിൾ ആണ്. ആ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് ട്രാൻസ്ഫർ സ്ക്രീനിൽ നോട്ട് റിസീവ്ഡ് ലിസ്റ്റിന്റെ അകത്ത് അത് അപ്പോൾ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ട് ഇത് റിസീവ്ഡ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യുക. അതിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ മാപ്പ് ചെയ്യുക. ഏത് ദിവസത്തേക്കാണ് ഇത് റിസീവ് ചെയ്യുന്നത് ആ ദിവസം സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം എത്ര പാക്കറ്റുകളാണോ റിസീവ് ചെയ്തിരിക്കുന്നത് ആ പാക്കറ്റ് ഇൻഫർമേഷനും അക്നോളജ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ട്രാൻസ്ഫർ വൗച്ചർ സേവ് ആയി. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഇന്റർ ബ്രാഞ്ച് സ്റ്റോക്ക് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ബ്രാഞ്ച് ബിസിനസിന്റെ മറ്റൊരു മെയിൻ ചലഞ്ചാണ്
ഇന്റർ ബ്രാഞ്ച് അക്കൗണ്ടിങ്. സാധാരണഗതിയിൽ ഹെഡ് ഓഫീസിലായിരിക്കും ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ബ്രാഞ്ചിലുള്ള എക്സ്പെൻസുകൾ ഹെഡ് ഓഫീസിൽ നിന്നും പേ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നടന്ന പർച്ചേസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നതോ എല്ലാം ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. ഇതിന്റെ അക്കൗണ്ടിങ് സാധാരണഗതിയിൽ ഒരു ചലഞ്ചിങ് ആയിട്ടാണ് വരാറ്. കോഡെക്സ് CRPയിൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ, ഒരു സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കാനായിട്ട് പേയ്മെന്റ് വോച്ചറിൽ സപ്ലയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ ബ്രാഞ്ചിലുമുള്ള ആ സപ്ലയറിന് കൊടുക്കേണ്ട പേയബിൾ വോച്ചേഴ്സ് എല്ലാം ലോഡ് ചെയ്ത് വരും. ഇതിൽ ഫസ്റ്റ് റോയിൽ ബ്രാഞ്ച് 2 കൊടുക്കേണ്ട പർച്ചേസ് വോച്ചറാണ്, ബാക്കിയെല്ലാം ബ്രാഞ്ച് 1 പർച്ചേസ് വോച്ചറുകളാണ്. ഇതിൽ ഏതെല്ലാം വോച്ചറുകൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നത് അതിന്റെ ഡ്യൂ എമൗണ്ട് ലോഡ് ചെയ്യാനായി കീബോർഡിൽ ജസ്റ്റ് ഇൻസെർട്ട് കീ അമർത്തിയാൽ മാത്രം മതി. മാനുവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതിനുശേഷം ഏത് പേയ്മെന്റ് മോഡിൽ നിന്നാണോ കൊടുക്കുന്നത്, ക്യാഷ് ആവാം, ചെക്ക് ആവാം, അതിന്റെ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്യുക, അതിനുശേഷം സേവ് ചെയ്യുക. ഇത്രയും എളുപ്പത്തിൽ ഇത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ബ്രാഞ്ചിൽ നടക്കേണ്ട റിവേഴ്സ് ജേണൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ എത്ര ബ്രാഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒറ്റ അക്കൗണ്ടിന് ഈ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചെക്കുകൾ ബൗൺസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എൻട്രി ഇടേണ്ട ആവശ്യമില്ല. ഇതിന്റെ റിവേഴ്സൽ എന്ന് പറഞ്ഞ ടാബിൽ വന്നിട്ട് ഇത് ബൗൺസ് ആയി എന്ന് മാർക്ക് ചെയ്യുകയും ഏത് ഡേറ്റിലാണ് ബൗൺസ് ആയി എന്നുള്ളത് ആ ഡേറ്റ് കറക്റ്റ് കൊടുക്കുകയും ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെക്ക് ബൗൺസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ട്രാൻസാക്ഷൻ സ്ക്രീനിന്റെയും ബിഹേവിയർ അതിന്റെ സെറ്റിംഗ്സ് എന്ന സ്ക്രീൻ വഴി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ സെയിൽസ് സ്ക്രീനിന്റെ സെറ്റിംഗ്സ് ഉപയോഗിച്ചിട്ട് ഈ സെയിൽസ് സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിനെ കൺട്രോൾ ചെയ്യാം. എക്സാമ്പിൾ, ഇതിന്റെ നമ്പറിങ് ഓട്ടോമാറ്റിക് നമ്പറിങ് വേണോ, മാനുവൽ നമ്പറിങ് വേണോ? ഓട്ടോമാറ്റിക് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിഫിക്സ്, സഫിക്സ്, സ്റ്റാർട്ടിംഗ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്നിവ എന്തായിരിക്കണം? എന്തെല്ലാം പ്രിന്റുകൾ ഇത് സപ്പോർട്ട് ചെയ്യണം? A4 സൈസിൽ വേണോ, A5 സൈസിൽ വേണോ, തെർമൽ പ്രിന്റർ വേണോ? ഇതെല്ലാം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിന്റെ ട്രാൻസാക്ഷൻ അക്കൗണ്ട് കോമൺ അക്കൗണ്ട് ആണോ അതോ ഓരോ GST പെർസെന്റേജിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഹെഡുകൾ വേണോ? അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. കൂടാതെ ഇതിന്റെ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട്, റൗണ്ട് ഓഫ് അക്കൗണ്ട്, ഡിഫോൾട്ട് സ്റ്റോക്ക് ലൊക്കേഷൻ ഇവയും നമുക്ക് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സെക്യൂരിറ്റി സെറ്റിംഗ്സ് വഴി ഇതിൽ ഏതൊക്കെ ടീം അല്ലെങ്കിൽ യൂസേഴ്സിന് ആക്സസ് ചെയ്യാം, എന്തൊക്കെ ഓപ്പറേഷൻസ് അലോ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വ്യൂ, ആഡ്, എഡിറ്റ്, ക്യാൻസൽ, ഡിലീറ്റ്. അതുപോലെ എഡിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ കോളംസ് എഡിറ്റ് ചെയ്യണം. അതുപോലെ വെരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ടൈപ്പ് ഓഫ് വെരിഫിക്കേഷൻ വേണം, ഏത് ടീമിനാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുക, വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ലോക്ക് ആകണമോ വേണ്ടയോ മുതലെല്ലാം ഈ സെക്യൂരിറ്റി വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻസ് എന്ന സ്ക്രീൻ വഴി ഈ സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുള്ള കോളംസും അതുപോലെ തന്നെ അതിന്റെ വാലിഡേഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, അതിലെ കോമൺ നറേഷൻ കാണിക്കണമോ, ഇൻഡിവിജ്വൽ നറേഷൻ കാണിക്കണമോ, എംപ്ലോയി ഇൻചാർജ്, ബിൽ ഡേറ്റ്, ബില്ലിംഗ് അഡ്രസ് എന്നീ കോളംസ് കാണിക്കണമോ, ഇതെല്ലാം നമുക്ക് ഈ സെറ്റിംഗ്സ് വെച്ച് ചെയ്യാം. അതുപോലെ സെയിൽസ് കമ്മീഷൻ കാണിക്കണമോ വേണ്ടയോ, സെയിൽസ് കമ്മീഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം, കോളംസ് എന്തൊക്കെ കാണിക്കണം, ഐറ്റം ഗ്രിഡിൽ ഐറ്റം കോഡ്, ടാക്സ്, യൂണിറ്റ്, സീരിയൽ നമ്പർ, റേറ്റ് നെറ്റ്, ക്വാണ്ടിറ്റി, HSN കോഡ് ഇവയെ കാണിക്കണോ, ഇതിന്റെ ഡെസിമൽ പെർസെന്റേജ് ഏതൊക്കെ, ഡെസിമൽ പോയിന്റ്സ് ഏതൊക്കെ കൊടുക്കണം, ഏതൊക്കെ പേയ്മെന്റ് മോഡുകൾ ഇതിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കണം, പോപ്പ് വരുമ്പോൾ ഏതൊക്കെ പേയ്മെന്റ് മോഡുകൾ കാണിക്കണം. അതുപോലെ ഇതിന്റെ ഹിസ്റ്ററി ഇൻഫർമേഷൻ എന്തൊക്കെ കാണിക്കണം, വാലിഡേഷൻസ് എന്തൊക്കെ വേണം, ഇത് സെയിൽസ് ഓർഡറുമായിട്ട് മാപ്പ് ചെയ്യണമോ, സെയിൽസ് ഓർഡർ മാൻഡേറ്ററി ആക്കണോ വേണ്ടയോ മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഫിൽട്ടർ ആൻഡ് പ്രൈസസ് എന്ന സെക്ഷൻ വെച്ചിട്ട് ഇതിലെ ഐറ്റംസ് അലൗഡ് ആണോ, അക്കൗണ്ട്സ് അലൗഡ് ആണോ, ഇനി ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടാഗുള്ള ഐറ്റങ്ങളെ കാണിക്കണം, ഏതൊക്കെ ഐറ്റം ഗ്രൂപ്പിലുള്ള ഐറ്റങ്ങളെ കാണിക്കണം, ഏതൊക്കെ അക്കൗണ്ട് ഗ്രൂപ്പിലുള്ള ഹെഡുകളെ കാണിക്കണം, ഏതെല്ലാം പാർട്ടി ഗ്രൂപ്പിലുള്ള പാർട്ടികളെയാണ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ പ്രൈസ് ലിസ്റ്റ് ഈ വൗച്ചറിൽ അലൗഡ് ആണ്, ആ പ്രൈസസിന്റെ വാലിഡേഷൻസ് എങ്ങനെ വേണം, ഇതെല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഏതെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യണം, ഇതെല്ലാം ഈ വൗച്ചർ ടൈപ്പ് എന്നുള്ള സെറ്റിംഗ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കോഡെക്സ് CRPയിൽ ഇന്റന്റ്, പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, കൊട്ടേഷൻ എന്നിവ പ്രീ സെയിൽസ് മൊഡ്യൂൾ അവൈലബിൾ ആണ്. അതുപോലെ പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഫിസിക്കൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റോക്ക് ജേണൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇവ ഇൻവെന്ററി മൊഡ്യൂളിൽ അവൈലബിൾ ആണ്. അക്കൗണ്ട്സ് മൊഡ്യൂളിൽ എക്സ്പെൻസ്, ഇൻകം, കോൺട്രാ, ജേണൽ, ബിൽ അഡ്ജസ്റ്റ്മെന്റ്സ്, റെസിസ്, പേയ്മെന്റ്സ്,
ഫണ്ട് ട്രാൻസ്ഫർ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ഫണ്ട് ട്രാൻസ്ഫറിന് ഉപയോഗിക്കാം. ക്യാഷ് ഒരു ബ്രാഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഹെഡ് ഓഫീസിന്റെ ബാങ്കിലേക്ക് വരവയ്ക്കുന്നതോ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ക്യാഷ് ട്രാൻസ്ഫറിനൊക്കെ ഉപയോഗിക്കാം. ചെക്ക് മൂവ്മെന്റിന് ഉപയോഗിക്കാം. അതുപോലെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇത്രയും വൗച്ചേഴ്സ് അക്കൗണ്ടിംഗ് മൊഡ്യൂളിൽ അവൈലബിൾ ആണ്. പേറോൾ മൊഡ്യൂൾ, സർവീസ് മൊഡ്യൂൾ, CRM മൊഡ്യൂൾ, ബാക്ക് ആൻഡ് സ്കീം മാനേജ്മെന്റ്, പിവറ്റ് ചാർട്ട് എന്നിവ കോഡെക്സ് CRPയിൽ അവൈലബിൾ ആണ്. കോഡെക്സ് CRPയിൽ അക്കൗണ്ട് റിപ്പോർട്ട് അപ് ടു ബാലൻസ് ഷീറ്റ് അവൈലബിൾ ആണ്. അതും സിംഗിൾ ബ്രാഞ്ചോ അല്ലെങ്കിൽ കമ്പനി ഗ്രൂപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പ് വൈസ് നമുക്ക് എടുക്കാൻ സാധിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നിവയും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെഡ്ജർ കോഡെക്സ് CRP തരുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഇൻഫർമേഷനും സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷന്റെ കോളംസ്, ലൈക്ക് എല്ലാ ഇൻ ട്രാൻസാക്ഷനും എല്ലാ ഔട്ട് ട്രാൻസാക്ഷനും സെലക്ട് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെഡ്ജർ ഇൻഫർമേഷൻ കോഡെക്സ് CRP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ, FIFO മെത്തേഡിലും ആവറേജ് മെത്തേഡിലുള്ള സ്റ്റോക്ക് വാല്യൂ കാൽക്കുലേഷൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏജിംഗ് റിപ്പോർട്ട്, ബാങ്ക് റീകൺസിലേഷൻ റിപ്പോർട്ട്, റിസീവബിൾ പേയബിൾ റിപ്പോർട്ട്, അത് ഡീറ്റെയിൽ ആൻഡ് സമ്മറി എല്ലാം കോഡെക്സ് CRPയിൽ അവൈലബിൾ ആണ്. Thank you for watching. Please contact us if you have any doubts or need a personalized demo. Thank you.